അയ്യോ ശബ്ദവും പിന്നെ ആനയുടെ കൊലവിളിയും കേട്ടു എന്ന് ഉറപ്പാ. കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷെ ആരുടെ ഒന്നും ഒരു പിടിയും കിട്ടണല്ല. എന്നാ മാഷെ മയ്യത്ത് കാട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഓമനന്റെ പറ്റിയാരെങ്കിലും ആയിരിക്കും, അല്ലാതെ ആ സമയത്ത് ആരാ ബൈക്ക് പോകാൻ? എന്താ ആ വഴി ഓമനയുടെ വീട്ടിലേക്ക് മാത്രമുള്ളതാ? ഏതായാലും പോലീസിലേക്ക് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ ആരാ വഴിക്ക് പോയെന്നറിയാം. എന്തായാലും വലിയ കഷ്ടായി പോയി. എന്താടോ ചത്തത് ഡയറി പാപ്പച്ചിയാ. നരിവടയെന്ന് പാപ്പച്ചിയുടെ ഡയറിയും 5-6 പരിപ്പോടിയും കിട്ടിയിട്ടുണ്ട്. പരിപ്പോടി ഇവിടത്തേതാണെന്നാണ് ആള് പറയണത്. പിന്നെ ഇവിടുത്തെ പരിപ്പടയാണെന്ന് തിരിച്ചറിയാൻ അതിനെന്താ വല്ല കൊമ്പുണ്ടോ? പറഞ്ഞത് ഞാനല്ല, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാര് പറഞ്ഞതാ. അല്ല, അപ്പൊ ചത്തത് നമ്മളെ പാപ്പച്ചിന്റെ. ശങ്കരേട്ടാ, ഒരു ചായം കൂടി എടുത്തേ. അയ്യോ, ഇവിടുത്തെ എവിടെ ഡയറി? സാർ, എന്നിട്ട് രാവിലെ സ്റ്റേഷനിൽ വന്ന ഒരു ഡയറി തൊണ്ടിയായിട്ട് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അതവിടെ കിടപ്പുണ്ട് സാർ, പോലീസ് വന്ന് എടുക്കട്ടെ എന്ന് കരുതി. ഒരു ഡയറി ആന ചവിട്ടിനാണോ പോലീസുകാരെ വിളിച്ചത്? അതല്ല സാർ, മരിച്ചയാളെ ഡയറി എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. അതെന്താ, അയാളെ കാണാൻ ഡയറിയുടെ ഷേപ്പാണോ? അതുകൊണ്ടല്ല, അയാളുടെ കക്ഷത്തിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ടാ. ഈ പാപ്പച്ചിയുടെ ജഡം അവസാനമായിട്ട് കണ്ടതാരാണ്? ആനയെ അവസാനമായിട്ട് കണ്ടതാരാണ്? പാപ്പച്ചി. എന്നിട്ട് ഈ പാപ്പച്ചിയുടെ ജഡം എവിടെ അറിയുള്ളൂ സാർ, എവിടെയാണെന്ന്. ആരാണ്ട ഈ ഹൈറേഞ്ച് ഓമന? ഹൈറേഞ്ച് അല്ല സാർ, അടിവാര ഓമന. അടിവാര ഓമന എവളാര്, കഥാപ്രസംഗക്കാരിയോ അതോ എഴുത്തുകാരിയോ? അടിവാര ഓമന എവിടെ അവൾ? ഓമനെ, ഓമനെ. എന്നെ വിളിച്ചോന്ന്. ഓമനയുടെ പേരെന്താ? ഓമന. വലിയ ഗൗരവത്തിലാണ് ഇങ്ങോട്ട് വന്നത്. മനുഷ്യന്മാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. ചൈന ചവിട്ടിയാന എന്നെയും കൂടി ചവിട്ടിക്കൊല്ലണേ എന്റെ കർത്താവേ. നമുക്കിനി ആരുണ്ട് മക്കളെ? ഞാനിതെങ്ങനെ സഹിക്കും? പോലീസ് വന്നു, പുറകെ പോലീസ് പട്ടിയും വരുന്നുണ്ടെന്ന് കേട്ടു. ഏത് പട്ടി വന്നാ എന്താണോ? എന്റെ കുഞ്ഞു പോയില്ലേ? അയ്യോ. ഇത് എഡിറ്റർ കുങ്കുമം വീക്ക്ലി കൊല്ലം, ഇത് ഭാഷാ പോഷിണി കോട്ടയം. ദേ, കാര്യമൊക്കെ കാര്യം. ഇത് അച്ചടിച്ച് പൈസ വരുമ്പോ എന്റെ സമ്പാദി കൊടുക്കലിടാൻ 25 റുപ്യയും തരണം. തരാടി ആർത്തി പണ്ടാരേ. പക്ഷെ 25 തരില്ല, 10 രൂപ തരാം. പള്ളി പറഞ്ഞ എന്താ രൂപയുടെ കണക്ക്? എന്റെ എടുത്തി സ്കൂളിൽ പോണ കൂട്ടത്തിൽ 2 കവർ വാങ്ങി സ്റ്റാമ്പ് ഒട്ടിച്ച് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ കൂലി അവള് ചോദിക്കുന്നത്. ദേ, നീ വലിയ ഗമ കാട്ടിയാലേ ഇത് പോസ്റ്റ്മാൻ കുമാറിന്റെ കൊടുത്തുവിടാൻ എനിക്കറിയാം. എങ്കിൽ കവിത അച്ചടിച്ചു വന്ന തന്നെ. സ്റ്റാമ്പിന്റെ പൈസക്ക് ട്രാക്ക് വാങ്ങി കുടിച്ചിട്ട് കുമാരൻ ഏടത്തിയുടെ ഈ കവിത ചെറുവണ്ണൻ പുഴയിൽ ഒഴുക്കും. ചെല്ല്. ദേ, കവർ വിലാസം എഴുതുമ്പോ മാറിപ്പോരുത്. വല്ലാത്തൊരു സാധനം തന്നെ.